പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ ഒരു അപകട സൂചന നൽകുന്ന ഒരു ഡിവൈസസ്, ഒരു യന്ത്രമുണ്ടെങ്കിൽ ആ യന്ത്രത്തിൽ നമ്മൾ വളരെ സന്തോഷിക്കും, വളരെ ഭംഗിയായി അതിനെ പരിപാലിക്കും. അങ്ങനെ ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം നമ്മുടെ ഭവനത്തിൽ ഇല്ല എങ്കിൽ നാം എന്തു വില കൊടുത്തും അതൊന്ന് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കും. കാരണം അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ ആപത്തുണ്ടാകാതിരിക്കുവാൻ മുന്നറിയിപ്പ് തരുന്ന യന്ത്രം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സുരക്ഷിത ബോധം വരുത്തുന്നു. അതാണ് അതിൻ്റെ കാരണം. ഒരു രാജ്യത്തും ദേശത്തും ഭരണാധികാരികളും രാജാക്കന്മാരും സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ഒക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നില്ല. പിന്നെയും പെട്ടെന്ന് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഇവിടെ ആയി പൊട്ടിപ്പുറപ്പെടുന്നു. അപ്രതീക്ഷിതമായി പല സംഭവങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് അറിയാമോ? ആ സംഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുവാനുള്ള ഡിവൈസസ് അല്ലെങ്കിൽ സംഗതികൾ ആ രാജ്യത്തില്ലാത്തത് കൊണ്ട്. ഒരു ദേശത്തെ ജനത്തെ ദൈവത്തിന് രക്ഷിക്കണമെങ്കിൽ ദൈവം അവിടെ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി അവിടുത്തെ പട്ടാളക്കാരെ വർദ്ധിപ്പിക്കുകയല്ല, ഇല്ലെങ്കിൽ ഭരണ ചുമതലയുള്ള ആൾക്കാരുടെ പുതിയ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കയ്യിൽ പുതിയ ആയുധങ്ങൾ ഏൽപ്പിക്കുകയല്ല. അനർത്ഥങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന പ്രവാചകന്മാരെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കും. കാരണം ജനങ്ങൾക്ക് അനർത്ഥത്തിൽ നിന്ന്, അനേക ആപത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനുള്ള സാവകാശം അവർ സൃഷ്ടിക്കും. ദൈവത്തോട് അടുത്തു വരുവാനുള്ള ഒരു മനസ്ഥിതി, ഒരു വലിയൊരു അന്തരീക്ഷം ആ ദേശത്ത് സൃഷ്ടിക്കപ്പെടും. അതാണ് ദൈവം തരുന്നതായ സംരക്ഷണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകും. കാരണം അപകട സൂചന നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുവാൻ, നന്മകളെക്കുറിച്ച് കേൾക്കുവാൻ, ഉയർച്ചകളെക്കുറിച്ച് കേൾക്കുവാൻ പ്രവാചകനെ എവിടെ കണ്ടുകിട്ടും? അതാണ് ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു പ്രവാചകനെ നാമും കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓരോരോ അനർത്ഥങ്ങളെക്കുറിച്ച്, ദോഷങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്ന പ്രവാചകൻ എവിടെയുണ്ട്? ആ പ്രവാചകനെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു. എന്തു വില കൊടുത്തും പണം കൊടുത്തും ആ പ്രവാചകനെ നാം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ഭവനത്തിൽ ഒരു പ്രവാചകനെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അന്നാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇതിൽ പരം ഒരു വലിയ വാഗ്ദത്തം ദൈവത്തിന് മനുഷ്യന് തരുവാനില്ല. നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിൽ ദൈവത്തിന് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത്, അനർത്ഥങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുക, നമ്മളിൽ തന്നെ ഉണ്ടാകുക. ആരിലാണ് അത് സംഭവിക്കുന്നത്? ദൈവത്തിന് മുഖപക്ഷമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, വ്യക്തിത്വ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരപ്പെടുമ്പോൾ അതാത് ഭവനങ്ങളിൽ ഉള്ളതായ പുത്രന്മാർ പ്രവചിക്കും. വരുവാനിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ച്, ദോഷത്തെക്കുറിച്ച്, നമ്മൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച്, നമ്മളിൽ സംഭവിക്കുവാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അവർ പ്രവചിക്കും. സംരക്ഷണയുള്ളതായ കുടുംബം, വീട്. ഇന്ന് നമ്മൾ കള്ളന്മാരെ പിടിക്കുവാനും മോഷ്ടാക്കളെയൊക്കെ തിരിച്ചറിയുവാനും നമ്മുടെ ഭവനത്തിൽ നടക്കുന്നതായ അനേക കാര്യങ്ങളെ തിരിച്ചറിയുവാനൊക്കെ നമ്മൾ CCTV വയ്ക്കും. കാരണം നമുക്ക് കാണാൻ കഴിയില്ല. ഉണർന്നിരുന്ന് കാണാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് 24 മണിക്കൂറും കാണുന്നതായ ഡിവൈസസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നു. കാരണം ഒരു പ്രവചനം നാം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്, ആരാണ് വരുന്നതെന്ന് മുൻകൂട്ടി അറിയുവാൻ, ഇല്ലെങ്കിൽ വന്നതിന് ശേഷം ഇന്നതാണ് ചെയ്തതെന്ന് തിരിച്ചറിയുവാൻ
ഇന്നാരാണ് അതുവഴി കടന്നുപോയത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ നാം ഉപകരണങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ അല്ലെങ്കിൽ ടെക്നോളജിയെ ആശ്രയിക്കുന്നു. നമ്മളിൽ തന്നെ അത് കണ്ടുപിടിക്കുവാനുള്ളതായ ആത്മാവില്ലാത്തതിനാൽ നാം മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങളിൽ കൂടെ ചില സുരക്ഷിതങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. തെറ്റല്ല, അതാകാം. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, നിന്റെ ഭവനത്തിൽ ഞാനൊരു പ്രവാചകനെയാക്കും, നിന്റെ പുത്രീപുത്രന്മാർ. ആ പുത്രീപുത്രന്മാർക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്നവരാണ്. നമുക്കറിയാം, അബ്രഹാം ഒരു പ്രവാചകനല്ല. അദ്ദേഹം പ്രവചിച്ചതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അബ്രഹാമിന്റെ പ്രവചനം എന്നും പറഞ്ഞ ഒരു പുസ്തകമോ അധ്യായമോ നമുക്കില്ല. എങ്കിലും ദൈവം അവനെ പ്രവാചകനായി കണക്കാക്കുന്നു. കാരണം എല്ലാ സായാഹ്നങ്ങളിലും താൻ പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്ത് താൻ പോയി പ്രാർത്ഥിക്കുക പതിവാണ്. എന്താണെന്നറിയാമോ? തൻ്റെ സഹോദരവർഗത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, അവിടെയുള്ളതായ തൻ്റെ ദാസീദാസന്മാർക്ക് വേണ്ടി, താൻ പാർക്കുന്ന ആ ദേശത്തെ അനുഗ്രഹത്തിനു വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടത് ഞാനത് പറഞ്ഞു? സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ അയക്കപ്പെട്ടപ്പോൾ ആദ്യം ചെന്ന് അബ്രഹാമിനെ വിളിച്ചിറക്കി പറയുകയാണ്, അബ്രഹാമേ, എൻ്റെ ദാസനായ അബ്രഹാമേ, ഞാൻ നിന്നോട് പറയാതെ വല്ലതും ചെയ്യുമോ? ആമോസിന്റെ പ്രവചനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് പറയാതെ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ അബ്രഹാമിനോട് സംസാരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു. ഞാൻ നിന്റെ സഹോദരൻ പാർക്കുന്ന സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ പോകുന്നു. അവിടുത്തെ അകൃത്യവും അവിടുത്തെ നിലവിളിയും, നിർദോഷികളായിട്ടുള്ള ജനങ്ങളുടെ നിലവിളി എൻ്റെ സന്നിധിയിലെത്തി. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ആ ദേശത്തെ ചുട്ടുകളയുവാൻ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അബ്രഹാം ഉടനെ അദ്ദേഹത്തിന് മുൻപിൽ, ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കിയ യജമാനനെ, അങ്ങനെ ചെയ്യരുത്. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 25 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, താൻ വ്യക്തിയായി എണ്ണം കൊണ്ട് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ നിലവിളിച്ച് അപേക്ഷിക്കുന്നു. അപ്പോൾ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ ദൈവം പ്രവാചകനായി കാണുന്നു. നമ്മുടെ ഭവനത്തിൽ ഒരു പ്രവാചകൻ, നാം നമുക്ക് തന്നെ പ്രവാചകന്മാരെന്ന് നമുക്ക് തോന്നുന്നില്ല എങ്കിൽ, നാം ദേശത്തിന് വേണ്ടി, നമ്മുടെ സഹോദരവർഗത്തിന് വേണ്ടിയും, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും, മറ്റുള്ളവർക്ക് വേണ്ടിയും, നമുക്കും വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം അതാണ് നോക്കുന്നത്. നാം നമ്മളിൽ തന്നെ പ്രവാചകനെ കാണണം. നാം നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു പ്രവാചകനെ നാം കാണണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം പ്രവാചകന്മാരെ കാണണം, പ്രവാചകികളെ കാണണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും. ആ പ്രവചിക്കുന്നത് മറ്റൊന്നുമല്ല, മറ്റാർക്കും വേണ്ടി, അയൽവക്കക്കാർക്ക് വേണ്ടിയല്ല, നിന്റെ ഭവനത്തിനു വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. നീ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന, അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന വഴികളെക്കുറിച്ച് നിനക്ക് ഉപദേശിച്ചു തരുവാൻ, നിനക്ക് ആലോചന തരുവാൻ നീ നിന്നിൽ തന്നെ പ്രവാചകനെ കണ്ടെത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സകല ജഡത്തിന്മേലും ദൈവം ആത്മാവിനെ കൊടുക്കുന്നത് കേവലം ഒരു പാട്ടുപാടി അന്യഭാഷകൾ പറയുന്നതിനല്ല, ആർക്കും അറിയാത്ത ഭാഷകളെ ഉച്ചരിച്ച് അതിനെ അന്യഭാഷ എന്നുള്ളത് നാം ഒരു സന്തോഷം ഉൾക്കൊള്ളുവാനല്ല, നമ്മുടെ മേൽ വരുന്ന അനർത്ഥത്തെ തിരിച്ചറിയാൻ തക്ക വിവേചനത്തിന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് വളരെ ശക്തിയോടുകൂടെ പറയാണ്, പ്രവചനവരം വാഞ്ചിപ്പീൻ. അതെന്തിനാ പ്രവചനവരം വാഞ്ചിക്കുന്നത്? അന്യഭാഷ വാഞ്ചിക്കാൻ പറഞ്ഞില്ല, പാട്ട് വാഞ്ചിക്കാൻ പറഞ്ഞില്ല, താളങ്ങൾ അടിക്കുവാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ പഠിപ്പാൻ വാഞ്ചിക്കുക എന്നല്ല പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്ന് തലമുറയുടെ നിലനിൽപ്പിനായി, നിന്റെ നിലനിൽപ്പിനായി പ്രവചനവരം വാഞ്ചിപ്പീൻ. പ്രൈസ് ദി ലോർഡ്.
മറ്റുള്ളവരുടെ ഉയർച്ചയെക്കുറിച്ച് അവരോട് ഘോഷിക്കുന്ന പ്രവചനമല്ല. നമ്മുടെ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും മുൻകൂട്ടി കാണുവാനുള്ള ഒരു വിവേചനാത്മാവ് അത് നമ്മിൽ വരുമ്പോൾ ആ ഭവനത്തിൽ വളരെ സുരക്ഷിതമാണ്. നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരു സുരക്ഷിത ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ടല്ലോ. ബോംബ് പൊട്ടുന്നതിന് മുമ്പ് സൈറൻ മുഴക്കുന്ന മുന്നറിയിപ്പുണ്ടല്ലോ. അങ്ങനെ അനേക കാര്യങ്ങൾ അപകട സൂചന നൽകുന്നതായ മുന്നറിയിപ്പുകളില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും നമുക്ക് നേരിടുവാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്ന ഒരു ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ സ്ഥാപിതമാകുമ്പോൾ, ദൈവം അത് നന്മയായി നമ്മുടെ മുൻപിൽ പകർന്നു തരുമ്പോൾ അതത്ര മനോഹരമായ ജീവിതമാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ ഈ അനുഭവമാണ് പ്രിയരെ ദൈവവും നമ്മളുമായി നമ്മെ ഒട്ടിച്ചു ചേർക്കുന്നത്. നാം നമ്മെ തന്നെ, നമ്മുടെ വഴികളെ തിരിച്ചറിയുവാൻ, നാം നടക്കേണ്ടുന്ന വഴികളെക്കുറിച്ച്, അനർത്ഥങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു വിവേചനത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ തലമുറകളെ നിറയ്ക്കുന്നെങ്കിൽ അവിടെയാണ് സമാധാനം നിലനിൽക്കുക, അവിടെയാണ് സ്വസ്ഥത, അവിടെയാണ് യഹോവയുടെ ഇടയനാകുന്നതെന്ന് ആശ്വസിക്കാൻ ഒക്കുന്നത്. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഏത് കുരുരുൾ പാതകളിൽ കൂടെ നടന്നിരുന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ഈ കുരുരുളിനെ കുറിച്ച്, ഈ നരകതുല്യമായ ജീവിതത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച്, എതിർപ്പിനെ കുറിച്ച്, അനേക പോരാട്ടങ്ങളെക്കുറിച്ച് എൻ്റെ ദൈവം എന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലോ. ഞാൻ അതിനായി എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവിതങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ബലം പ്രാപിക്കും. നാം ഏത് അവസ്ഥയിലായിരുന്നാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരേണ്ടതായ അനേക ദോഷങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, ഉയർച്ചകളെക്കുറിച്ച്, താഴ്ചകളെക്കുറിച്ച് നിനക്ക് മുന്നറിയിപ്പായി നിനക്കൊരു വരം നിനക്ക് ലഭിച്ചിട്ടില്ല, ഒരാത്മാവിനെ നിനക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേകർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരാത്മാവ് നിനക്കുണ്ടോ? അനേകർക്ക് വേണ്ടി കരയുന്ന ഒരാത്മാവുണ്ടോ? ദൈവം നിന്റെ മേൽ പ്രവചനത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരും. ദൈവം നിന്റെ മേൽ വിവേചനത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരും. കാരണം നീ മുഖാന്തരം അനേകരെ നീതിയുടെ വശത്തേക്ക് നടത്തുവാൻ, അനർത്ഥങ്ങളിൽ നിന്ന് അനേകർക്ക് രക്ഷ കൊടുക്കേണ്ടതിന് ദൈവം നിന്നെ കരുവായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഭാഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മുതൽക്കൂട്ടാക്കി, നമ്മുടെ അനുഭവ സമ്പത്താക്കി, നമ്മുടെ സമ്പത്തായി, നമ്മുടെ മുതൽക്കൂട്ടാക്കി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം, സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ തിരുവചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളിൽ തന്നെ ഒരു പ്രവാചകനെ നാം കണ്ടെത്തുവാൻ ഈ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.